മഹാഗുരു ശരണം. മഹാഗുരു ശരണം. നമസ്കാരം സർ. നമസ്കാരം സർ. സർവം മായ, ഇപ്പോൾ സർവം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. സർവം മായ എന്താണ് സാറിന് അതിനെക്കുറിച്ച് പറയാനുള്ളത്? കാരണം ഒത്തിരി സോൾസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്, എനർജി കണക്ഷൻസിന്റെ കാര്യം പറയാറുണ്ട്. പലർക്കും പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. നമ്മളൊരു സോൾ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആൾക്കാർ അതിനെ നെഗറ്റീവായിട്ടാണ് ചിത്രീകരിക്കുക. അതേപോലെ ആ സിനിമ വഴി എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഉത്തരം കൂടിയാണ്. മരണശേഷം ഓർമ്മയുണ്ടാവോ ഇല്ലയോ, എന്താ ഏതാന്നൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉള്ള പല കാര്യങ്ങളുമാണ്. എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വന്നതിൽ ഈ ഒരു ചലച്ചിത്രം എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഗഹനമായിട്ട് ചിന്തിക്കാനും കൂടിയുള്ള വിഷയങ്ങൾ അതിലുണ്ട് എന്നാണ്. സാറിൻ്റെ അഭിപ്രായം എന്താണ് സർ? തീർച്ചയായിട്ടും. അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ക്ഷമാപണത്തോടെ തുടങ്ങട്ടെ. ആ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല. എൻ്റെ വൈഫ് മക്കൾ പോയി കണ്ട്. അവർ ചിലർ 2 പ്രാവശ്യമൊക്കെ കണ്ടത്. അപ്പോൾ ഞാൻ പോകാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ പ്രേതത്തിൻ്റെ കാര്യം ട്രാജഡി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനത്തെ സിനിമ കാണാറില്ല. അപ്പോൾ OTT വന്നപ്പോൾ ഞാൻ ഇന്നലെയാണ് ആ സിനിമ കാണുന്നത്. അപ്പോൾ ഇന്നലെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അന്ന് നമ്മൾ വീട്ടിൽ ഇരുന്ന് കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് കാണുന്ന അത്രയും തീവ്രതയില്ല. അതുമല്ല, 2ആയിട്ടാണ് ഞാനത് കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം കണ്ട ആ പ്രേതം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്നലെ കണ്ടത്. കാര്യം അതിൽ കൂടുതൽ തീവ്രമാകാണ്ടിരിക്കാനായിട്ട് ഇതായത്. അപ്പോൾ ഇന്നലെ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട, നമ്മളിത് പണ്ടേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പ്രേതം എന്ന് പറയുന്ന ഒരു കാര്യം അവർ നമ്മളെ അപ്രോച്ച് ചെയ്യുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നത് നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വഴി നിൽക്കുന്ന ഒരു കുട്ടി നമ്മളെ കണ്ടു കഴിയുമ്പോൾ ആ കുട്ടി ആ വീട്ടിലേക്കുള്ള വഴി ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നു. ഇപ്പം നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇപ്പോഴും ഗൂഗിൾ അമ്മായി കൂട്ടത്തിലുള്ളത്, അന്നേരം ഗൂഗിൾ അമ്മായി വഴി തെറ്റിക്കും. ഗൂഗിൾ അമ്മായിക്ക് ഒരു സ്ഥലം. പക്ഷേ അതല്ലാണ്ട് നമ്മളിപ്പോൾ ചില സ്ഥലത്ത് ഗ്രാമങ്ങളിൽ പോകുമ്പോൾ നമ്മൾ വഴി ചോദിക്കും, അല്ലേ? അപ്പോൾ ഈ വഴി ചോദിക്കുമ്പോൾ നമ്മൾ അപരിചിതര, പക്ഷെ ആ ആൾക്കാർ ചോദിക്കും, ഇവർ വന്നിട്ട് വഴി ചോദിക്കുന്നുണ്ട്, മറ്റവരുടെ നല്ല പണിക്കാരുടെ വീടിൻ്റെ ഒക്കെയാണ്, ഇവർ വല്ലതും അവിടെ മറ്റേ എന്താണ് ക്ലോറോഫോം മണപ്പിച്ച് കാശടിക്കാനാണെന്ന് അവർ വിചാരിക്കും. നമ്മളെന്താ അവിടെ എന്തെങ്കിലും സന്തോഷമായിട്ടുള്ളവർക്കുള്ള ഗിഫ്റ്റുമായിട്ടായിരിക്കും പോണത്. ഇതുപോലെ തന്നെ ഈ സോൾസ് നമ്മളിലൂടെ അവരുടെ കാര്യം നടക്കാം, ഗീവ് ആൻഡ് ടേക്ക് എന്നുള്ളത് വെച്ചിട്ടാണ് അവർ നമ്മളെ സമീപിക്കാൻ അവർ നമ്മുടെ അടുത്ത് വന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാഗ്യമാണെന്നാണ് വിചാരിക്കേണ്ടത്. കാര്യം അവർക്ക് വേറെ അത് ആ സിനിമയിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതിനകത്ത് വേറൊരു രസം എന്താണ്, എനിക്കതിൽ ഏറ്റവും രസകരമായി നടന്നത്, ആ സോളിന് തന്നെ പേരറിയില്ല, കഴിഞ്ഞ ജന്മത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അത് സത്യമാണ്. നമ്മളിപ്പോൾ ഹിപ്നോട്ടിസ് ഇതൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ എന്നെ പാസ്റ്റ് ലൈഫിൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഗായത്രി പാസ്റ്റ് ലൈഫിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പറയുന്നത് എന്താണ് പേരെന്ന് അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കാനാണ് പറയുന്നത്. അന്നത്തെ തീയതി എന്താണെന്ന് കലണ്ടർ ഉണ്ടെങ്കിൽ വായിക്കാൻ പറയും. ഇല്ലെങ്കിൽ ഇപ്പോൾ ഏത് ദേശമാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവ് ആരാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ലാണ്ട് നമ്മൾ പാസ്റ്റ് ലൈഫിൽ കൊണ്ടുപോയാലും നമ്മുടെ പേര് നമുക്ക് അറിയാൻ പറ്റും, ഉറപ്പില്ല. ആ സാഹചര്യത്തിൽ വരണം. ആ സാഹചര്യത്തിൽ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ പറയും, നല്ല ഉറക്കമാണ്, നല്ല ഊർക്കം വലിച്ചുറക്കം തട്ടി വിളിച്ചിട്ട് പേരെന്താണെന്ന് ചോദിച്ചാൽ ഉടനെ പറയുമോ? പറയാൻ സാധിക്കില്ല. എവിടെയാണെന്ന് പോലും നമ്മളറിയില്ല. നമ്മൾ വിളിച്ചിരിക്കണം, ഞാൻ ഇവിടെയാണ്, ഞാൻ ഫ്ലാറ്റിക്കിടക്കാണ്, ഞാൻ ശ്രീനിവാസപ്പയ്യാണെന്നുള്ള ബോധം പോലും കാണുകയില്ല. എന്നിട്ടല്ലേ പേര് പറയേണ്ടത്, ആരാണ് എന്താണെന്നൊക്കെ നമ്മൾ തുറിച്ചു നോക്കും. അപ്പം എല്ലാവരും കാര്യം നമ്മുടെ ഈ ശരീരബോധത്തിലേക്ക് വരുമ്പോഴേ പേര് കിട്ടുള്ളൂ. മറ്റേത് പ്രാപഞ്ചിക ബോധത്തിൽ നിൽക്കുകയാണ്, മനസ്സിലായി? അപ്പോൾ ഇത് ഏതാണെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് കുരിശ് കണ്ടു കഴിഞ്ഞാൽ പ്രേത അകലെന്ന് പറഞ്ഞ് പോകുമ്പോൾ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ അതാണ്. ഉടനെ ഇങ്ങനെ ഇതും കണ്ട് എന്ന് പറഞ്ഞ കാണിക്കുമ്പോൾ ഉടനെ കൈ പിടിച്ച് മതിയാന്ന് ചോദിക്കണം. ഇത് പലരും വിചാരിച്ചിരിക്കുന്നത് പല സാധനങ്ങളും കാണിച്ചാൽ ഇവരെ പേടിപ്പിക്കാന്നാണ്. ഒരുമാതിരിപ്പെട്ട പ്രേതങ്ങളൊന്നും പേടിക്കില്ല. കാര്യം നമുക്ക് ഈശ്വരൻ എന്ന് പറയുന്ന ശക്തിനെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഫോട്ടോകളിലൂടെ കൊടുക്കും, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഗുരുവായൂരപ്പനെ അനുഭവിക്കുന്നുണ്ട്, ചോറ്റാനിക്കര അമ്മേനെ അനുഭവിക്കുന്നുണ്ട്, മൂകാംബിക ദേവി, എല്ലാം നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ നേരിട്ട് നമ്മൾ അപൂർവം ചിലത് സംഭവിച്ചിട്ടുണ്ടാകാം, മനസ്സിലായി? പക്ഷെ ഇവർ അത് എന്താണെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന എനർജിയാണത്. എന്താണെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന എനർജി. എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു? അവർക്ക് നേരത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാവുന്ന മനുഷ്യൻ, ഭൂമിയിൽ മനുഷ്യരൂപം കിട്ടിയപ്പോൾ മനുഷ്യരെ മാത്രം അറിയാം, ഞാൻ മനുഷ്യനും അത് പട്ടിയാണ്, അത് പശുവാണ്, മറ്റത് പോത്താണ്, മനസ്സിലായ? നോർത്ത് ഇന്ത്യയിൽ
ബീഫ് തിന്നാൻ പാടില്ല, കേരളത്തിൽ വന്ന് തിന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടണമെന്ന് മനുഷ്യനറിയാം. അന്നാ ബീഫിൻ്റെ ഇറച്ചി തിന്നണ പട്ടിക്ക് അറിയില്ല ഞാൻ തിന്നിട്ട് നോർത്ത് ഇന്ത്യക്കെതിരെ ഞാനിവിടെ സോഷ്യൽ മീഡിയ ഇടണമെന്ന് പട്ടിക്ക് അറിയില്ല. നമുക്ക് പലതും അറിയാം. അപ്പോൾ ആ ഒരു ബോധതലത്തിൽ വന്നു കഴിയുമ്പോൾ പിന്നെ ഇവർക്കും പിന്നെ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കയറാവുന്ന ഊർജ്ജ ശരീരമായി വരും. ആ സമയത്ത് ആ ഒരു തിരിച്ചറിവുണ്ടാകും. ഇപ്പോൾ മൃഗങ്ങളുടെ സോൾസും ഉണ്ട്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ കാണുന്നില്ല, മനസ്സിലായേ? ഉറുമ്പായിട്ട് ഇപ്പോൾ ഒരാളെ ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ രണ്ടാമത്തെ മോൻ അവൻ അന്ന് ചെയ്തിരുന്നു, ഇപ്പം ചെയ്യൂല. അവൻ ഒരാളെ ചെയ്തു, ഒരു ഇത് പാസ്റ്റ് ലൈഫിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് എന്താണെന്നറിയാം, എന്തായിരുന്നു എന്ന് നോക്കിയപ്പോഴത്തേക്കും താഴത്ത് ഉറുമ്പിൻ്റെ ജന്മമായിരുന്നു, ഉറുമ്പായിരുന്നു. പിന്നെ ഒരെണ്ണം കിളിയായിരുന്നു. അപ്പോൾ അവർ അത് അവർക്കറിയില്ല ഞാൻ കിളിയാണ്, ഞാൻ ഉറുമ്പാണെന്നുള്ളത് അവർക്കറിയില്ല. ഇത് അവർ സമ്മതിക്കുകയാണ്, മനസ്സിലായി? അവർ പറയുന്ന ഇത് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് അവർ എന്താണ് അവർ ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്കറിയില്ല, അവർ പറയില്ല ഞാൻ പെൻഗ്വിൻ പക്ഷിയായിരുന്നു, ഞാൻ കഴുകനായിരുന്നു എന്ന് പറയാൻ അവർക്ക് പറയില്ല. കാര്യം ആ സമയത്ത് ഞാൻ കഴുകനാണെന്നുള്ള ബോധമല്ല അവരിൽ വർക്ക് ചെയ്തിരുന്നത്. മറ്റത് കണ്ട ആനയാണെന്നുള്ളതും അവർക്കറിയില്ല. ആനയാണെന്ന് ഇപ്പോൾ ഈ ഹരിപ്പാട്ടെ ഒരു സാറുണ്ട്, ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ഞാൻ പേര് പറയുന്നില്ല, ഇനി അദ്ദേഹം സമ്മതിച്ചാൽ നമുക്ക് അടുത്ത പ്രാവശ്യം പേര് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കേസ് വന്നു. ആ കേസ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു, ഒരു ഗ്രാമപ്രദേശത്ത് വളരുന്ന കുട്ടിയാണ്. പക്ഷേ ഇവന് പഠിക്കാനൊന്നും താല്പര്യമില്ല, ഇവന് ചെണ്ട താല്പര്യമാണ്. ഏറ്റവും മെയിൻ ആനയുടെ പുറകെ പോകും. ഉത്സവകാലം തുടങ്ങിക്കഴിഞ്ഞാൽ, ജനുവരി ഉത്സവകാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പോവുകയാണ്, പിന്നെ ആനയുടെ പുറകെ പോവുകയാണ്. 10ാം ക്ലാസ് ഇവരെന്ത് ചെയ്തിട്ടും രക്ഷയില്ല, അച്ഛനമ്മമാരെന്ത് ചെയ്തിട്ടും രക്ഷയില്ല. ഇത് ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവനെന്നാൽ ഇത് പഠിക്കാൻ ഇഷ്ടമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാദ്യകല പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ചേർത്ത്, എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല, അവിടെ അവർ കൊണ്ട് ചേർത്ത് ഇവന് സന്തോഷമായി അവിടെ പഠിക്കുന്ന ഇത് ചെയ്യുന്ന. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഈ ആനയൊക്കെ പരിപാലിക്കുന്ന കേന്ദ്രമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അപ്പോൾ അവിടെ ഇടയ്ക്ക് ആനയെ കൊണ്ടുവരും, ഇതൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഈ ചില ദിവസങ്ങളിൽ ഈ ആന ഒരു കെട്ടിയെടുത്തല്ല, പിറ്റേ ദിവസം വേറെ സ്ഥലത്ത്, രാവിലെ നോക്കുമ്പോൾ വേറെ സ്ഥലത്താണ് ഈ ആനയെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ സംശയമായിട്ട് പിന്നെ ഇവർ CCTV വെച്ച് ഇതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്, ഇത് മാനമറുതിയ വല്ലതും വന്നിട്ട് ആനനെ മാറ്റുന്നതാണ്. അത് സംഭവം എന്താണെന്ന്, ഇതൊരു നടന്ന റിയൽ ഇൻസിഡൻ്റ് ആണ് കേട്ടോ. എൻ്റെ താഴെ വന്നിട്ട് നമ്മൾ തള്ളുന്നതാണെന്നൊക്കെ ആൾക്കാർ പറയും. അത്രയും ശ്രദ്ധയോടെ കേട്ട് ഞങ്ങളുടെ തള്ള് മനസ്സിലാക്കിയവർക്ക് നമ്മമാകാം, നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്ക് നമ്മൾ സലാം പറയണം, അതും നമുക്ക് പബ്ലിസിറ്റി കൂട്ടും. അപ്പോൾ ഈ CCTV വെച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് സംഭവം. രാത്രി ഒരു 2-2:30 ആകുമ്പോൾ ഇവൻ ചെന്ന് കഴിയുമ്പോൾ എന്ത് കൊലക്കൊമ്പൻ ആനയാണെങ്കിലും ശാന്തനായിട്ട് നിൽക്കുക, ശാന്തനായിട്ട് നിന്നിട്ട് ഈ അത്ഭുതത്തോടെയൊന്നും നോക്കണ്ട. ആ സാറ് സമ്മതിച്ച ആ സാറിനെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം. ഗായത്രി ഇപ്പം ഒരു അതിശയോക്തിയുടെയാണ് ഇത് കേൾക്കണത് അല്ലേ, പക്ഷെ ഇതും സംഭവ്യമാണ്. ആ സാറിനെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാം, അപ്പോൾ ഇതറിയാൻ പറ്റും, മനസ്സിലായി? അപ്പോൾ ഇവൻ ചെല്ലുമ്പോൾ പാപ്പാൻ ചെല്ലണേക്കാളും വിധേയത്വത്തോടെ ഈ ആന നിൽക്കുന്നു. ഇവൻ ആനയെ ഇതേയും ഒരു മരത്തിൽ നിന്ന് എടുത്ത് വലിയ മരത്തിൽ വേറെ എടുത്ത് കെട്ടും. ഇങ്ങനെയാണ്. അപ്പോൾ ലാസ്റ്റ് ഈ രക്ഷകർത്താക്കളെ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇവനെ അൺസഹിക്കബിൾ ആണ്, ശരിയാകുകയല്ല. ഇപ്പം ചെയ്തതൊക്കെ ശരിയാണ്, പക്ഷേ ഇടയ്ക്ക് ചങ്ങല ശരിക്കും ഇടാൻ പറ്റില്ലെങ്കിൽ ഉറക്കപ്പിച്ചിലാണ് ഇത് ചെയ്യുന്നത്. ജയറാമിൻ്റെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് പോകും, സോമനാംബുലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സോമനാംബുലിസം അല്ല. അപ്പോൾ ഇത് പറഞ്ഞിട്ട് അവന് DC എടുത്ത് വിട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം ഹിപ്നോതെറാപ്പിസ്റ്റും എല്ലാമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം ഇവനെ പാസ്റ്റ് ലൈഫിൽ കൊണ്ടുപോയപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവനിൽ ആ സമയത്ത് വർക്ക് ചെയ്യുന്ന എനർജി ആനയായിട്ട് ജന്മം എടുത്തിരുന്നപ്പോൾ, ആ സമയത്ത് കുട്ടിയാനയായിരുന്നു. ഈ കുട്ടിയാനയായപ്പോൾ അവിടെ എന്തോ വൃക്ഷം കടപുഴകി വീണ വൃക്ഷം ഈ ആനയുടെ പുറത്ത് വീണ ആന ചരിഞ്ഞു. ഈ ആനക്കുട്ടി, അത്ര ഇതാകാത്ത ആനക്കുട്ടി ചരിഞ്ഞു. അപ്പോൾ ഈ സംഭവം എന്താ വെച്ചാൽ, ഏതെങ്കിലും ആനയെ കെട്ടിയെന്ന് വെച്ചോ, രാത്രി ഇവൻ്റെ ഈ തോട്ട് പ്രോസസ്സിൽ ഇത് വരും. അപ്പോൾ പകല് കണ്ടു ഒരാനയെ കെട്ടിയിരിക്കുന്നു, ഈ രാത്രി തോട്ട് പ്രോസസ്സിൽ അവന് അപകടം സംഭവിച്ച മരവുമായിട്ട് തുലനം ചെയ്യുക. അതിൻ്റെ ഇതിലുള്ള മരമാണ് അവിടെയെങ്കിൽ ആ മരത്തിൻ്റെ അവിടെ നിന്ന് ഒന്നുകൂടി നല്ല മരത്തിൻ്റെ അവിടത്തേക്ക് ആനയെ മറിച്ച് കെട്ടണം. അതിൻ്റെ സുരക്ഷിതത്വം നോക്കിയ അപ്പം മനസ്സിലാക്കുന്നില്ല, അത് കാടായിരുന്നു, കാട്ടിൽ കടപുഴുകി വീണതാണ്, ഇവിടെ വൃക്ഷം എല്ലാ സുരക്ഷിതത്വത്തോടെയാണ് ഇവിടെ ഇരിക്കണേന്നുള്ള ആ ബോധം പോകുന്നില്ല. ആനയുടെ ഇതിൽ പോയിട്ട്
ഇങ്ങനെ സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചൊരു എക്സ്പീരിയൻസ് ചെയ്ത് പല കാര്യത്തിലും ഈ പ്രേതങ്ങളെ ഒന്ന് പറയും, പ്രേതങ്ങളെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തിരുമേനി പറഞ്ഞൊരു കേസുണ്ട്. ഒരാളുടെ ശരീരത്തോടെ ബാധയെ ആവാഹിക്കാൻ പോയി, ആരൊക്കെ നോക്കിയിട്ടും നടക്കുന്നില്ല. ആവാഹിക്കാൻ പോയി തിരുമേനി. അപ്പോൾ ആവാഹിക്കുന്നത് മന്ത്രം, ഓരോ മന്ത്രങ്ങളുണ്ട്. അപ്പോൾ മന്ത്രം രഹസ്യമായിട്ടാണ് ഉച്ചരിക്കണം. അപ്പോൾ ഈ ബാധ പറയണമെന്ന് വെച്ചാൽ പണ്ട് ഇതിൽ മാന്ത്രിക ഇത് വശമുണ്ടായിരുന്നതാണ്. വേറൊരാളുടെ ആ കുടുംബത്തിലെ തന്നെ ഒരാളുടെ ശരീരത്തിൽ കയറി എന്നാണ് പറയുന്നത്, പുരുഷനാണ്. തിരുമേനി ആവാഹിക്കാനുള്ള മന്ത്രം എടുക്കുമ്പോൾ ആ പ്രേതം ആവേശിച്ച ആൾ പറയാണ് ഈ മന്ത്രം ചൊല്ലുകയാണ്, തിരുമേനി ചൊല്ലണം, അതിനൊപ്പം മന്ത്രം ചൊല്ലുക. മനസ്സിലായ? അപ്പോൾ ഈ മന്ത്രം വർക്കാകുന്നില്ല. അപ്പോൾ പറയാണ് എനിക്കറിയാം, ഞാൻ ഇതൊക്കെ കഴിഞ്ഞാണ് ഇവിടെ വന്നിരിക്കണേന്ന് പറയാ. ഇതൊക്കെ കഴിഞ്ഞാൽ വന്നിരിക്കണേന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് തിരുമേനി അദ്ദേഹത്തിന്റെ ഉപാസനാ ശക്തി കൊണ്ട് എന്തോ ഇത് വെച്ചിട്ട് ഇത് ചെയ്തു. അത് ഒരു മന്ത്രം, അതെന്താണെന്ന് പറഞ്ഞു, ഞാനിപ്പോൾ അത് പബ്ലിക്കായിട്ട് പറയുന്നില്ല. അത് വെച്ചിട്ട് അദ്ദേഹം ബന്ധിച്ചു ആ ഇതിനെ. അപ്പോൾ ചില കാര്യങ്ങളിൽ അവർക്ക് നമ്മൾ എന്താണ് ചിന്തിക്കണേന്ന് അവർക്ക് മനസ്സിലാവും, ഈ പ്രേതങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പ്രേതങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് അല്ലാത്ത എനർജീസ്, സോൾസ് ഒരു കാരണവശാലും നമ്മളൊരു വിളക്ക് കൊളുത്തുന്ന, നമ്മുടെ വീട്ടിൽ ഒരു ഭഗവാന്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, നിസ്സാരം ചോറ്റാനിക്കരമ്മയുടെ കൊടുങ്ങല്ലൂരമ്മയുടെ വെച്ചിട്ടുണ്ട്, ഒന്നും വേണ്ട, ഏതെങ്കിലും അമ്പലത്തിലെ പ്രസാദം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ലത് പ്രസാദം എന്ന് പറഞ്ഞാൽ ആ ദേവന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ പൂ തന്നതായിരിക്കണം. മനസ്സിലായി? അല്ലാണ്ട് വെറുതെ അരച്ചിട്ട് ഇത് തന്ന ആകരുത്. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നുണ്ടായിരുന്നു, ഒരമ്പലത്തിലെ പ്രസാദം വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരാ പറഞ്ഞെന്നറിയാം, വീഡിയോ കോളിലാണ് പറഞ്ഞത്, ഗായത്രി ഉള്ളപ്പോഴാണ് പറഞ്ഞത്. അവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ഒരു കുടുംബ ഊരാൺമയുടെ ക്ഷേത്രമാണെന്ന്, അവിടെ നിന്ന് നേദിച്ച പ്രസാദം പുറത്തു കൊടുക്കില്ല എന്ന്. തെടപ്പള്ളിയിൽ നിന്ന് ഇവരുടെ ഇത് നമ്മളെ ജ്യോതിഷത്തിന്റെ, ഇത് നമ്മളെ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് പറഞ്ഞ കേസാണ്, വീഡിയോ കോളിൽ നമ്മൾ പറഞ്ഞ കേസാണ്. നമുക്കൊരു വീഡിയോ ചെയ്യാം. അവർക്ക് ആ ക്ഷേത്രത്തിലെ പ്രസാദം നേരിട്ട് കൊടുക്കുകയല്ല, അത് ചെയ്ത് പാൽപ്പായസം ചീട്ടാക്കിയ തെടപ്പള്ളിയിൽ നിന്ന് പായസം കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു അതല്ല, പ്രസാദം ഉണ്ടാക്കിയതെല്ലാം കൊണ്ടുപോകാറില്ല, അതിലെ കുറച്ചൊരു ഭാഗം കൊണ്ടുപോയിട്ടാണ് നേദിക്കാറ്, എന്നിട്ട് ബാക്കി കൊണ്ടുവന്ന് അല്ലല്ല, അത് അല്ല, അത് നേദിച്ചിട്ടില്ലെങ്കിലും ഇതിൽ നിന്ന് കൊടുക്കുന്നവരാണ്, അതിനൊന്നും ഫലമില്ല. അരച്ച ചന്ദനം വെറുതെ കൊടുത്തിട്ട് അത് ഭഗവാന്റെ ആ ഷടാധാര പ്രതിഷ്ഠ നടത്തിയ ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തി, അല്ലെ ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയാൽ മാത്രം ആ എനർജി വർക്ക് ചെയ്യുന്നിടത്ത് ഒരിക്കലും ഈ സോള് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലാത്ത സോൾസ് വരികയില്ല. വരുന്നത് പോസിറ്റീവാണ്. അതിൽ വേറൊന്ന് പറയും, ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും വന്നിട്ട്, ഇപ്പോൾ ഇന്നലെ ഒരു വീഡിയോ കോളിൽ വിളിച്ചപ്പോൾ പറഞ്ഞു അവരുടെ വീട്ടിൽ എന്തോ പ്രേതബാധ ഉണ്ടാക്കിയിട്ട് ആവാഹനം നടന്നിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഇതും കൊണ്ടുപോയിട്ട് ഏതോ ക്ഷേത്രത്തിൽ, തിരുനെല്ലിയാണ് ഇതാണ്, അവിടെ കൊണ്ടുപോയി ഇടണം, അവിടെ ചെന്നിട്ട് ബലിതർപ്പണാദികൾ ചെയ്യണം, ഇതിനവിടെ സായുജ്യം അടയണം. അപ്പോൾ ഇത് ടിന്നിലാക്കി വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ആവാഹനം ചെയ്ത തിരുമേനി ഇത് ടിന്നിലാക്കിയിട്ട് ആ വീട്ടിൽ വെച്ചു. ആ വീട്ടിലെ കാര്യങ്ങളാണ് ആവാഹിച്ചിരിക്കുന്നത്, അതിനെ പിന്നെ ടിന്നിലാക്കി വെച്ച, ഈ ടിന്നിനകത്ത് ഇതിരിക്കുന്ന എന്തുറപ്പ്? ആൾക്കാരുടെ ഒരു ഇതാണ്. ഒരു പക്ഷേ ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ തിരുമേനിക്കും പേടിയുണ്ടാവും. ഇത് വീട്ടിൽ കൊണ്ടുപോകാം. ശരിക്ക് ഇപ്പോൾ എൻ്റെ ഗുരു ചെയ്തതനുസരിച്ച് അദ്ദേഹം ഒരിടത്ത് പോയി ആവാഹനം ചെയ്ത്, ഇപ്പം ഞാൻ ശിഷ്യനായതിന് ശേഷം ആവാഹിച്ചു കഴിഞ്ഞാൽ അത് ടിന്നിലൊന്നുമല്ല, ഒരു ഇതിനകത്താണ് അത് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മടം എന്നാണ് പറയുക, എലഞ്ഞിക്കൽ മടത്തി വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം ഒന്നുകിൽ അദ്ദേഹം, ഇപ്പം ഞാനിതായ ശേഷം എന്നെ വിടും. ഇപ്പം ചോറ്റാനിക്കരയാണ് കൊടുക്കേണ്ടതെങ്കിൽ അന്ന് 35 വർഷം മുമ്പ് ചോറ്റാനിക്കരെ കൊണ്ട് അന്ന് സമ്മതിക്കുമായിരുന്നു, ഇപ്പോൾ സമ്മതിക്കില്ല. നടക്കേ വെച്ചിട്ട് അവരതിൽ തീർത്ഥം, ദേവിയുടെ തീർത്ഥമോ ഗുരുതിയോ ഒഴിക്കുമ്പോഴത്തേ അത് ന്യൂട്രലൈസ് ആവും. അത് ആരാണോ കർമ്മം ചെയ്ത ആൾ കൊണ്ടുപോകണം, അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ആൾ കൊണ്ടുപോകണം. അല്ലാണ്ട് വീട്ടുകാരുടെ അടുത്ത് ഇത് കൊണ്ടുവരാൻ പറയുമ്പോൾ എന്ത് പറ്റി? അതിൻ്റെ പലർക്കും ഫലം കിട്ടാത്തതിൻ്റെ അനുഭവമാണ് ഇത്. രണ്ടാമത്തെ കാര്യം, ഇത് ആവാഹിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ഒന്നുമില്ല, അവിടെ അമ്പലത്തിൻ്റെ ശ്രീകോവിലിനകത്ത് കയറ്റണ്ട, ഈ ശ്രീകോവിലിൻ്റെ മുമ്പിൽ അത് താഴെ വെച്ചിട്ട് അതിൽ ഭഗവാന്റെ തീർത്ഥം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ന്യൂട്രലൈസ് ആയി. അതുപോലും ചെയ്യുന്നില്ല, ഭണ്ഡാരത്തിലിടാൻ പറയും. ഈ ഭണ്ഡാരത്തിലിട്ട സാധനം ലേലം ചെയ്ത് പുറത്തു പോകുമ്പോൾ ഇവൻ ഫ്രീ ആയി. ചന്ദനം ചന്ദനമുട്ടി കൊടുക്കും. ഈ ചന്ദനമുട്ടി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആവാഹിച്ചതാണെന്നറിയാം. അത് ലേലം ചെയ്ത് പുറത്തു പോയി കഴിഞ്ഞാൽ ഇതായി. ചിലരെന്ത് ചെയ്യുന്നറിയാം, ചിലരിങ്ങനെ ആവാഹിച്ച് ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഉഴിയണ കാണാം, നോട്ടൊക്കെ ഉഴിഞ്ഞിട്ട് ഭണ്ഡാരത്തിലിടും. ഒരു കാര്യവും നടക്കുകയില്ല. ഒഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ടൊന്നും കാര്യമില്ല.
ചെറിയൊരു ഇത് കിട്ടും. പക്ഷെ അത് ദേവസ്വം എടുത്തിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അത് റിലീസായി. അത് താന്ത്രിക വിധി പ്രകാരം ഇത് ചെയ്തിട്ട് എന്താണ് നമ്മൾ ഒഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് ഫലം കിട്ടുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും പ്രേതം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളതാണ്. ഞാൻ പറയട്ടെ, നമ്മളൊക്കെ ഇതൊരു പണ്ട് ഉണ്ടായിരുന്നൊരു പ്രേതം ശ്രീനിവാസപ്പയ്യ എന്ന് പറഞ്ഞ ശരീരത്തിൽ കയറി, ഇത് പണ്ട് വേറൊരു ഗായത്രി എന്ന് പറഞ്ഞ ശരീരത്തിൽ കയറിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഈ പ്രേതം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആൾക്കാർ വിചാരിക്കണോ നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് ഇത് കഴിയുമ്പോൾ വീട്ടുകാർ ഇതൊക്കെ തന്നെ വിളിക്കാൻ പോണത്. അതൊന്നുമില്ല, അത് ആത്മാക്കളാണ്. അവർക്ക് രൂപങ്ങളില്ല, രൂപങ്ങളുണ്ട്, നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണാത്തതില്ല എന്നാണ് നമ്മൾ സ്ഥാപിക്കണം. ദൈവം ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഞാൻ കണ്ടില്ല. മനസ്സിലുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ ചൈനയുടെ ഇങ്ങനെയാണെന്ന് നമ്മൾ എന്തുകൊണ്ട്? നമ്മൾ ടി വിയിൽ കണ്ടതുകൊണ്ട്. സെന്റിനൻസ് ഐലൻഡിൽ പോയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിയാണെന്ന്, ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അവർകളാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? അവർക്ക് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ കുറിച്ച് അറിയില്ല. അവർക്ക് സെന്റിനൻസ് ആരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അമ്പെയ്യേണ്ട കാര്യമാണ്. ഒരാൾക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് സത്യമല്ലാണ്ടിരിക്കണമെന്നില്ല. നമുക്ക് ബോധ്യപ്പെട്ട അത് സത്യം, അത് നമ്മുടെ മാത്രം സത്യം, നമ്മുടെ മാത്രം അനുഭവങ്ങൾ. പക്ഷേ ഇതിൽ നമ്മളറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കുറേ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരാണ് ഈ ശരീരത്തിൻ്റെ നിയന്ത്രണങ്ങളിൽ നിന്ന് വിട്ടുപോയത്. ഈ പണ്ടത്തെ പ്രവാചകന്മാർ, ഋഷീശ്വരന്മാർ, യോഗീശ്വരന്മാർ, ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ, അതുപോലെ യോഗാനന്ദ പരമഹംസ, വിവേകാനന്ദ സ്വാമി, ശ്രീനാരായണ ഗുരു സ്വാമി, ചട്ടമ്പി സ്വാമി, ശിവപ്രഭാര സിദ്ധിയോഗികൾ, ഇവരൊക്കെ പറഞ്ഞതും ചെയ്തതും കണ്ടാൽ നമുക്ക് ലോജിക് മൈൻഡിലൊന്നുമില്ല. രമണ മഹർഷി, മനസ്സിലായോ? നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ട്യൂണിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്ഥലകാലവാദം ബോധം പോവും. സത്യമാണ്, എനിക്ക് അനുഭവമുണ്ട്. അപ്പോൾ ഇത് നൊസ്സാണെന്ന് വിചാരിക്കുക ആൾക്കാർ. അപ്പോൾ ഞാൻ തിരിച്ചു വരണം, ഞാൻ ശ്രീനിവാസപ്പയ്യ എന്ന് പറഞ്ഞ ബോധം എന്നുള്ള ഇതിലേക്ക് നമ്മൾ വരണം. ഗായത്രിക്കും വന്നിട്ടില്ല. ഭക്തി അങ്ങോട്ട് കൂടിക്കഴിയുമ്പോഴത്തേക്കും ഒരു തലത്തിലേക്ക് പോകൂലേ? കാണുന്നവൻ പറയോ ഇതെന്തോ ആണ്, ഇത് മറ്റേ ഗുളിക കൊടുക്കേണ്ട കാര്യമാണ്. അല്ല, നമുക്കറിയാം. പക്ഷേ ഗായത്രി എന്നുള്ള ബോധത്തിലേക്ക് തിരിച്ചു വരണം. ഞാൻ സുനിലിൻ്റെ ഭാര്യയാണ്, ഞാൻ അഥർവിൻ്റെയും അദ്രികയുടെ അമ്മയെന്നുള്ള ബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ ഒരു ആലസ്യത്തിൽ നിന്ന് റിലീസാവും. ഏതാണ് സന്തോഷകരം എന്ന് പറഞ്ഞാൽ എനിക്കതാണ് സന്തോഷകരം എന്ന് പറഞ്ഞാൽ അത് ആനന്ദമയ കോശത്തിലേക്ക് വരികയാണ്. അപ്പം ഈ സോൾസ് എന്ന് പറയുന്നത് ആനന്ദമയ കോശത്തിലേക്ക് വർക്ക് ചെയ്യാണ്. ഞാൻ ഇത് പറഞ്ഞപ്പോ ഒന്ന് ഇന്റർഫിയർ ചെയ്യാണ് സാർ. എനിക്ക് ഉണ്ടായ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ആ ഒരു ഇടയിൽ ചില സമയത്ത് നമുക്ക് മൂഡ് അപ്സെറ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ വിട്ട് പിരിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, എന്ത് പറ്റും? എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു വല്ലാത്തൊരു വിഷമം. എന്നാൽ ഒരു കാരണമല്ലേ അതൊന്നും ചിന്തിക്കേണ്ടത്. ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാൽ പോലും ചിന്തിക്കുകയാണ്, എന്ത് ചെയ്യും, അയ്യോ അത് വലിയൊരു സങ്കടമാണല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഒരാഴ്ച കൊണ്ടിട്ട് ഞാൻ വെപ്രാളപ്പെട്ട് നടക്കുകയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഇതേപോലെ സ്വാഭാവികമായിട്ട് ഉറങ്ങാൻ കിടക്കണു. ഉറങ്ങിക്കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ഈ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഗുരുവായൂരപ്പനാണ് കേട്ടോ ആശ്രയിക്കുന്നത്, ഭഗവാനെ. എന്നാലും അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക അല്ലേ, കുഞ്ഞു മക്കളെ എന്ത് ചെയ്യും എന്നൊക്കെ. അപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്, എൻ്റെ കാലുകൾ തറയിലില്ല. ഞാൻ എലിവേറ്റായിട്ട് പറന്ന് നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, ഒരു പതുക്കെ ഒഴുകാണ്, ഒരു ഫ്ലോട്ട് ചെയ്യുന്ന. നമ്മള് കൺട്രോൾ ചെയ്യുന്നതാണ്, ഒഴുകല് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതല്ല. പക്ഷെ അത് നമ്മുടെ കൺട്രോളിലല്ല. സാർ പറഞ്ഞ പോലെ ഒഴുകാണ്. അതിൽ ഞാൻ കാണുന്ന ദൃശ്യങ്ങളൊക്കെ പലതുമാണ്. പെട്ടെന്ന് ഈ എന്തോ സംഭവിച്ചിട്ട് നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് പവർ പോലെ തിരിച്ച് എന്തോ എനിക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട്. തിരിച്ചെന്നിലേക്ക് ഞാൻ വരികയാണ്. പക്ഷെ എനിക്ക് വരണ്ട, എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണ്ടാന്ന്. അത്രയും വേദനയാ. തിരിച്ചു കയറുമ്പോഴത്തേക്ക് എന്തിനാന്നുള്ള വേദനയിലാണ് ഞാൻ വന്ന് കയറുന്നത്. അപ്പോൾ എനിക്ക് കയറണ്ടെന്നുള്ളൊരു ദൃഢനിശ്ചയമാണ്. വേണ്ട, ഞാൻ ഈ സുഖമാണ്, ഇത് വളരെ ശാന്തമായിട്ട് ആ ഒരു ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ ആനന്ദത്തിന്റെ ഉള്ളിൽ ഞാൻ ഈ ബോഡി കാണുമ്പോഴത്തേക്ക് അയ്യോ വേണ്ട, എന്തിനാ ഇതിൻ്റെ ഉള്ളിൽ കയറണേന്ന് എതിർക്കാണ്. ഞാൻ ശക്തമായിട്ടുള്ള രീതിയിൽ എതിർക്കണു. പക്ഷേ അതിനേക്കാളും ശക്തമായിട്ടുള്ള രീതിയിൽ അവിടെ നിന്നിട്ടുള്ള ഒരു വലിയുണ്ട്. എന്നിട്ട് പിന്നെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇത് ഞാൻ സ്വപ്നമാണോ? രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ എന്നാലും എന്താണ് അനുഭവിച്ചത്, ഞാൻ എന്നാലും ആ ആനന്ദം എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ എന്താ എക്സ്പീരിയൻസ് ചെയ്തെന്നുള്ള ആ എക്സ്പീരിയൻസ് എൻ്റെ മനസ്സിലുണ്ട്.
ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, എന്ത് സുഖമുള്ള അവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ ഇത്രയും ദിവസം എന്താ ആലോചിച്ചോണ്ടിരുന്നത്, ഞാൻ ഇത് വിട്ടു പോയാ ഞാൻ സങ്കടപ്പെടുമെന്നാണ്. പക്ഷെ ഭഗവാൻ എന്നെ നേരെ തിരിച്ചാ കാണിച്ചു തന്നത്. ഇത് വെറുതെയാ, ഇതല്ല, ഇതിനപ്പുറം ഉള്ളതാണ് എന്നുള്ളത്. ആ ലൈഫിൽ നീ എപ്പോഴും സ്വസ്ഥമാണ്, ഹാപ്പിയാണ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ കാണിച്ചു തന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇന്നും എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും അങ്ങനെയാണോ സർ? ആണല്ലോ ആസ്ട്രൽ ട്രാവൽ. അതെ. ആസ്ട്രൽ ട്രാവലാണ് അത് നടക്കണത്. അത് പോകുന്ന ഇതിൽ പറഞ്ഞ ഒരു മെയിൻ പോയിന്റ് ഉണ്ട്. നമ്മൾ തിരിച്ച് ശരീരത്തിലേക്ക് കയറണ്ട എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ വരും. ഇത് നമുക്ക് ചില കാര്യത്തിൽ അറിയാം. ഇപ്പോൾ പ്രായമുള്ളവർ കിടക്കുമ്പോൾ കുട്ടികൾ വന്ന് വിളിച്ചാൽ ഇവർ എഴുന്നേക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുട്ടി എന്ന് പറഞ്ഞാൽ കിടക്കുന്ന പറഞ്ഞാൽ തീരെ അവശതയിൽ കിടക്കുന്ന ആൾക്കാരുടെ അടുത്ത് അവർക്ക് കുട്ടികളുമായിട്ട് അറ്റാച്ച്മെന്റ് ആയിരിക്കും. അപ്പൊ അവര് വിളിച്ച് ഇതേ ഒരു അവസ്ഥയാണ് വരണ്ട എന്നുള്ള ഗായത്രിക്കറിയാം. ഞാൻ സുനിലിന്റെ ഭാര്യയാണ്, മക്കളുടെ അമ്മയാണെന്ന് പറഞ്ഞാലും ഗായത്രിയുടെ ആ സ്വത്വം, ശരീരമില്ലാത്തൊരു സ്വത്വമുണ്ട്. ആ ആനന്ദ ലഹരിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ പറയുന്ന എന്താണ് നമ്മുടെ മായയുള്ള ഇത് മായയില്ലാത്തൊരു ജീവിതം. ഈ പറയുന്ന ഒരു സോൾ എന്ന് പറയുന്ന മായയില്ലാത്ത ലെവല് ശരീരത്തിലേക്ക് കയറുമ്പോൾ ഈ ശരീരത്തിന്റെ പരിമിതികൾക്കുള്ളിൽ മായയാൽ ബന്ധിക്കപ്പെട്ടു നമ്മൾ. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ സുഖം മുകളിലേക്ക് ഇത് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റാച്ചഡ് ആകാൻ നോക്കും. പക്ഷെ നമ്മുടെ കാർമികം ബാക്കി ഉണ്ടല്ലോ, ഇല്ലേ? അഥർവ 10ാം ക്ലാസ് വരും. 10ാം ക്ലാസ്സിലാകുമ്പോൾ പഠിക്കുമ്പോൾ ടെൻഷൻ എടുക്കേണ്ടതാണ്. അഥർവയുടെ അല്ല അദ്രികയുടെ ഇത് കഴിയുമ്പോൾ അതിന്റെ ടെൻഷൻ എടുക്കണം അമ്മ എന്നുള്ളത്. അതൊക്കെ ഇല്ലാണ്ട് സുഖമായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളല്ലേ ബാക്കിയുള്ളവരെ വിളിക്കുമ്പോൾ ഇത് അവിടെ നിന്ന് പുറത്തു വരും. ശരിക്കും നമ്മുടെ ബോധം, ഇപ്പൊ ശ്രീനിവാസപ്പയുടെ അകത്തിരിക്കുന്ന ബോധം, എനിക്കിപ്പോൾ ഇതിൽ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ്, എൻ്റെ മകൻ്റെ കല്യാണം കാരണം, മക്കളുടെ കൊച്ചുമക്കളെ കാണണം, വൈഫുമായിട്ട് ഇനിയും നമുക്ക് കുറേ സ്ഥലങ്ങൾ പോകണം എന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ ഇവിടെ നിർത്തണം. ആഗ്രഹങ്ങളില്ലെങ്കിൽ ഇല്ല. ഇപ്പോൾ കുറേ കാലം പറയും എല്ലാം കഴിഞ്ഞ് കൊച്ചുമക്കളെ കണ്ട് ഇത് കഴിഞ്ഞ് കുഴിലേക്ക് കാലിൽ നീട്ടിപ്പോയാൽ മതി എന്നൊക്കെ ആൾക്കാർ പറയും. ആഗ്രഹങ്ങളാണ് നിർത്തുക. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പോയപ്പോൾ ഞാൻ ചോദിച്ച് ആരോഗ്യപരമായിട്ട് ഇതാണ്. അപ്പോൾ അവർക്ക് അതിശയം വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുങ്ങല്ലൂർ പോയിട്ട് വരുമ്പോഴത്തേക്ക്, അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുങ്ങല്ലൂർ പോയി വരുന്ന വഴിക്ക് ഞാൻ ഇന്ന സ്ഥലത്ത് വരും എന്ന് പറഞ്ഞു. ആ സ്ഥലം ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ചേച്ചി വിചാരിച്ചു ഇതിങ്ങനെ വരുന്നു പറയുന്നത് നമ്മുടെ വീട് ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമെന്ന് പറയുമ്പോഴത്തേക്കും പർട്ടിക്കുലർ വ്യക്തിനെ കാണാനായിട്ടാണ് വരുന്നത്. പക്ഷേ ആ വ്യക്തി ഹോസ്പിറ്റലിലാണ്, ഡിസ്ചാർജ് ആയിട്ടില്ല. പക്ഷെ രസകരം എന്താണ്, ഞാനിത് പറഞ്ഞു. പക്ഷെ അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഇന്ന് നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യണം. വൈകിട്ട് ചെന്നപ്പോഴത്തേക്കും ഉണ്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലാണ്. കാര്യം ഞാൻ പെട്ടെന്ന് കൊടുങ്ങല്ലൂർ പ്ലാൻ ഇല്ലാണ്ട് തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു. അത് ഗായത്രിക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത് തിരിച്ചു വരാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂരിൽ നിന്നിട്ട് കൊടുങ്ങല്ലൂരി എന്ന്. കാര്യം എന്താണ്, ഓടക്കുഴൽ ഇവിടെ എത്തിക്കണം. പഴയ ഡ്യൂട്ടീസ് ഉണ്ട്. ഗുരുവായൂർ വേറെ ഡ്യൂട്ടി ഉണ്ട്, അത് നമുക്ക് വേറെ വീഡിയോ എടുക്കാം. പല ഡ്യൂട്ടീസ് ഉണ്ട്. കാര്യം നമ്മളൊരു സറണ്ടറിങ്, ഞാൻ പറയണത് നമ്മൾ ഈശ്വരൻ ദേവി ആരുമായിട്ട് നമ്മൾ സറണ്ടർ ചെയ്യും. നമ്മളൊന്നുമല്ല, നമ്മളിലൂടെ വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ബാങ്ക് മാനേജറായിരുന്നു. ഇപ്പോൾ ശ്രീനിവാസപ്പ ബാങ്ക് മാനേജർ. ആ ഒരു ഉത്തരവാദിത്തം ബാങ്ക് എനിക്ക് തരുമ്പോൾ ഞാനത് ചെയ്യണം. ക്ലർക്കാവുമ്പോൾ ക്ലർക്കായിട്ട് ചെയ്യണം, അച്ഛനെന്നുള്ള രീതിയിൽ ചെയ്യണം, ഭർത്താവ് എന്നുള്ള രീതിയിൽ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഉത്തരവാദിത്ത ബോധം നമ്മളിലേക്ക് വരണം. അത് ദൈവം തരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താൽ നമ്മൾ പല ഇതിലേക്കാണ്. അപ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ മീഡിയം പണമായിരിക്കരുത്. ഇതിൻ്റെ മീഡിയം പണമായിരിക്കും. പലരും പല അനുഭവങ്ങളും ഇതുമൊക്കെ പറയുന്നത്. കാര്യം നമ്മൾ ഇതിനെ പണം എന്ന് പറഞ്ഞൊരു ഘടകം വെച്ച് കഴിഞ്ഞാൽ എനർജി വർക്ക് ചെയ്യില്ല. പക്ഷേ എനർജിയുടെ മൂല്യം പണമാണ്. ഇപ്പം ഞാനോ ഗായത്രിയോ സുനിലോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ നമ്മൾ ചിലവാക്കുന്ന സമയം അതെങ്ങനെ ചിലവാക്കുന്നു, കൃഷി വാഴ നട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മൂല്യം, അതേസമയം കുങ്കുമപ്പൂവാണ് കൃഷി ചെയ്യണമെങ്കിൽ അതിൻ്റെ മൂല്യം, ഓറഞ്ച് മുന്തിരിയാണ് അതിൻ്റെ മൂല്യം കണക്കാക്കുന്നത് പണം വെച്ചാണ്. അതാത് ദേശത്തെ പണ്ട് സ്വർണ്ണമായിരുന്നു, പണം വെച്ചാണ്. പക്ഷേ നമ്മളെ എനർജീസുമായിട്ട് കണക്കാക്കുമ്പോൾ, ഞാൻ ഗുരുവായൂർ പോകുന്നുണ്ട്, ഗായത്രിക്ക് ഞാൻ ഓടക്കുഴൽ കൊണ്ടുവന്ന് തരാം, 1000 രൂപ ഞാൻ തരണമെന്ന് പറഞ്ഞാൽ ഒരു ഓടക്കുഴലും കൃഷ്ണൻ എനിക്ക് തരികയില്ല. ഒന്നും തരുമോ? ഒന്നും തരികയില്ല. കൃഷ്ണൻ പറയാൻ എന്തിനാണ് പോയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഗുരുവായൂർ പോകുന്നു തീരുമാനിക്കാൻ മുമ്പത്തെ ദിവസം തീരുമാനിച്ചത് എന്താണെന്നറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഗുരുവായൂർ എത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. സർവം മായയാണ്, നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്താണ് ആരാണ് അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, ഓർമ്മയിലില്ല.
അനന്തവജ്ഞാതപവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്ങലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യം കഥ എന്തു കണ്ടു. ഇതേ ഉള്ള കാര്യം അല്ലേ? അതെ സർ, തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.